ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. ശരണം പ്രാപിച്ച ദീനന്മാരെയും ആർത്തന്മാരെയും രക്ഷിക്കുന്നതിൽ അത്യന്തം തൽപരയും സർവ്വലോകത്തിൻ്റെയും പീഡകളെ നശിപ്പിക്കുന്നവളുമായ അല്ലയോ ദേവി, അല്ലയോ നാരായണി, നിന്തിരുവടിക്ക് നമസ്കാരം. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കടത്തനാട് രാജവംശത്തിന്റെ ആസ്ഥാനങ്ങളിൽ ഒന്നായ കുറ്റിപ്പുറം കോവിലകത്തിന്റെ കീഴിലുള്ള 14 ക്ഷേത്രങ്ങളിൽ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതും പ്രധാനപ്പെട്ടതുമായതും വടകര താലൂക്കിലെ എടച്ചേരി ശ്രീ കളിയാംവള്ളി ഭഗവതി ക്ഷേത്രം. പ്രതിഷ്ഠയില്ലാതെ കരിങ്കൽ പീഠത്തിൽ ആവാഹിച്ചിട്ടുള്ളതും ഭഗവതിയുടെ നാന്തകവാൾ പൂജ ചെയ്യുന്നതുമായ ക്ഷേത്രം. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള കളിയാംവള്ളി എന്ന ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. രുചിത്ത് വിധാനത്തിൽപ്പെട്ട 13 ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് കളിയാംവള്ളി ക്ഷേത്രം. അപ്പം ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുപാടുകളും സൗന്ദര്യവും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. കോഴിക്കോട് ഭാഗങ്ങളിൽ മൂസത്തെന്നും തെക്കൻ ഭാഗത്ത് അംസി എന്നും വടക്ക് പിടാരൻ എന്നും പറയപ്പെടുന്ന ശാക്തേയ ബ്രാഹ്മണരാണ് ഇവിടുത്തെ കർമ്മങ്ങൾ ചെയ്യുന്നത്. കളിയാംവള്ളി ഭഗവതി ക്ഷേത്രത്തിൽ മധ്യമ പൂജയാണ് പതിവ്. ചൊവ്വയും വെള്ളിയും അതിപ്രധാനമാണ്. ഈ ദിവസങ്ങളിൽ കോഴിയെ ഗുരുതി ചെയ്യുന്നതും പതിവാണ്. ഇതിന് നേർച്ചക്കോഴികളെയും കൊണ്ട് ദൂരദിക്കിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നു. എന്നാൽ ഗുരുതിയും മറ്റ് ചടങ്ങുകളും നവരാത്രി നാളുകളിൽ നിഷിദ്ധമാണ്. ക്ഷേത്രത്തോട് ചേർന്നുള്ള കാവിനെ തിരുനെല്ലിക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. മൂസത്തുമാരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ അസ്ഥി തിരുനെല്ലിക്കാവിൽ സമർപ്പിക്കുകയും ഇതിനു മുകളിൽ ഒരു കല്ല് സ്ഥാപിക്കുകയും ചെയ്യുക പതിവുണ്ട്. കണിയാംവള്ളിക്കാവിലെ ചില മരുന്നുകൾ തേടി ദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട്. വളരെ അപൂർവങ്ങളായിട്ടുള്ള ചെടികളും വൃക്ഷങ്ങളും നിറയെ ഉണ്ടെങ്കിലും ഇതൊന്നും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നതായിട്ട് കാഴ്ചയിൽ തോന്നിയില്ല. അപൂർവമായ ചെടികളും ചെക്കിപ്പൂക്കളും പിനാകമരക്കൂട്ടവും അതിപുരാതനമായ വള്ളിക്കൂട്ടങ്ങളും ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച തന്നെയാണ്. കളിയാംവള്ളി ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശാക്തേയ ബ്രാഹ്മണരുടെ 3 ഇല്ലങ്ങളാണ് ഇവിടെ പ്രധാനം. രാമൻകുളങ്ങര, പിലാവില്ലം, മടത്തിലില്ലം, ഇങ്ങനെ 3 ഇല്ലങ്ങൾ. സൂര്യന്റെ കിരണങ്ങളുടെ തലോടലേറ്റും ചെറിയ മഴച്ചാറ്റലും കൊണ്ടുകൊണ്ട് ചുറ്റമ്പലത്തിനു ചുറ്റും ഞാൻ വലം വെച്ചു തുടങ്ങി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ചെറിയമ്പലത്തിലെ വട്ടെഴുത്തും അതുപോലെ ചുവർ ചിത്രങ്ങളും കളിയാംവള്ളിക്കാവിലെ മൂലസ്ഥാനവും ആടറവ് നടന്നിരുന്ന വെല്ലിക്കല്ലും കോഴിയറവ് നടന്നിരുന്ന വെല്ലിക്കല്ലും വട്ടെഴുത്തുശിലയും എല്ലാം ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ്. ഈ കാവിൽ സപ്തമാതൃക്കളുടെ ബിംബങ്ങൾ പണിതീരാതെ കിടക്കുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മുമ്പുണ്ടായിരുന്ന മറപ്പുരയും ഓലമേഞ്ഞതായിട്ടുണ്ടായിരുന്നു, അതും പോയി.
പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അനവധി ബാക്കി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ കുളവും ഏകദേശം പൂർണ്ണമായും തകർന്ന മട്ടിലാണ്. രുചിത്വ വിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളിലേക്കും കൂടി നമുക്ക് കടക്കാം. ഈ 13 രുചിത്വ വിധാനത്തിൽപ്പെട്ട കാവുകളിലും ശ്രീചക്ര പ്രതിഷ്ഠ നമുക്ക് കാണാം. വളയനാട് മുസത്തുകളുടെ ഗ്രന്ഥത്തിലെ ശ്രീവിദ്യാ സാധനയും ദീക്ഷയും ദീക്ഷാക്രമങ്ങളെ കുറിച്ച് പറയുന്ന ക്രമത്തിലാണ് സാധനകൾ അനുഷ്ഠിക്കുന്നത്. അതോടൊപ്പം നാരായണനാഥനാൽ വിരചിതമായിട്ടുള്ള സൗഭാഗ്യമഞ്ജരി എന്ന റിച്വൽ മാനുവൽ ആയിട്ടുള്ള ഗ്രന്ഥത്തിൽ നിന്നും ദക്ഷിണേന്ത്യൻ ശൈലിയിലുള്ള ശ്രീവിദ്യാ സമ്പ്രദായമാണ് മൂസത്തുമാർ പിന്തുടരുന്നത് എന്നുള്ളതിലും സംശയം ഇല്ല. ശ്രീചക്രത്തിൽ അനുഷ്ഠിക്കുന്ന ശ്രീവിദ്യാ പൂജയ്ക്ക് ശേഷം കാലസംഘർഷിണി ദേവതയുടെ പൂജയിലേക്കും കടക്കും. അതിശക്തിയുള്ള ഈ ശാക്തേയ ആരാധനയെ മഹാർത്ഥ പൂജ എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ക്രമസമ്പ്രദായത്തിലേക്കാണ്. മഹാർത്ഥ പൂജയിൽ ക്രമഗണപതി, ക്രമവടുക തുടങ്ങിയ ദേവതകളും പ്രധാനമാണ്. യോഗിനികളുടെ വായിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ശാക്തേയ ക്രമസമ്പ്രദായത്തിൽ സാധനയുടെ അടിസ്ഥാന തത്വം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ശക്തി സ്വരൂപിണിയും മാറാതെ നിൽക്കുന്ന ശിവവും ഒരിക്കലും ഭിന്നമല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കണിയാമ്പള്ളി ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. പകല് സമയത്ത് പോലും ഏകദേശം ഒരു 5:30 സമയത്ത് പോലും ചീവീടിൻ്റെ ശബ്ദം കേൾക്കാം. അത്രയ്ക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് കണിയാമ്പള്ളി ക്ഷേത്രം. അപ്പോൾ ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ വെച്ച് കാണാം. നമസ്കാരം. യത്രാസ്തി ഭോഗോ ന ചത്ര മോക്ഷ, യത്രാസ്തി മോക്ഷം ന ചത്ര ഭോഗ. ശ്രീസുന്ദരി സേവന തത്പരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്തേവ. ഭൗതികതയാവുന്ന ഭോഗസുഖങ്ങളെ ആഗ്രഹിക്കുന്നവന് മോക്ഷവും, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവന് ഭോഗസുഖവും കിട്ടുന്നത് ദുർലഭമാണ്. എന്നാൽ ശ്രീസുന്ദരിയായിരിക്കുന്ന ശ്രീചക്ര സ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ കാലസംഘർഷിണിയെ സേവിക്കുന്നവന് ഭോഗശ്ച മോക്ഷശ്ച കരസ്തയേവ. ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള സുഖങ്ങളെ അനുഭവിച്ച് ഭഗവതിയുടെ പാതാരവിന്ദമാകുന്ന മോക്ഷസ്ഥാനത്തിലേക്ക് ലയിക്കുകയും ചെയ്യും.